എന്തൊക്കെയാ ശശി, സ്കൂളിലേക്കൊന്നും കാണാറില്ലല്ലോ? സ്കൂളിലേക്ക് ഡെയിലി എന്റെ മോൻ വരുന്നുണ്ടല്ലോ, അതുപോലെ. നിങ്ങൾ ഡെയിലി വരണമെന്ന് ഞാൻ പറയുന്നില്ല. മാസം മാസം തോറുമുള്ള PTA മീറ്റിങ്ങിനെങ്കിലും ഒന്ന് വന്നൂടെ? എന്ത് ചെയ്യാനാ മാഷേ, ഈയിടെയായി ഭയങ്കര ബിസിയാ. നിങ്ങൾക്ക് പടയർക്ക് കടയില്ലേ, അവിടെ ഒരു പയ്യനുണ്ടല്ലോ, അവനെ ഏൽപ്പിച്ചിട്ട് വന്നാ പോരെ? മാഷേ, എനിക്കല്പം സൈഡ് ബിസിനസ്സും കൂടിയുണ്ട്. അതെന്താ? അല്പം റിയൽ എസ്റ്റേറ്റ്, കുറച്ച് വണ്ടി കച്ചവടം. ഓ, നല്ല വരുമാനമായിരിക്കുമല്ലോ. ആ, കുഴപ്പമില്ല. അല്ല, മാഷിനൊരു പുതിയ ബൈക്ക് എടുത്തൂടെ? വേണ്ട, ആകെ കിട്ടുന്നത് എണ്ണയാ ചുട്ട അപ്പം പോലെ കുറച്ച് ശമ്പളാ. അതങ്ങ് പെട്രോൾ അടിച്ച് തീർക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആ, ടിൻഡുവും അല്പസ്വല്പം വണ്ടി കച്ചവടമൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അറിയോ? ആണോ? അത് ശരി, അവൻ ആള് കൊള്ളാലോ. ഇപ്പോഴേ അവൻ സമ്പാദിച്ചു തുടങ്ങി, അതും കച്ചവടത്തിൽ 100% സത്യസന്ധതയെ. അതെ അതെ, സത്യസന്ധത. ആ ദീപുണ്ട് ഒരു പാട്ട സൈക്കിളിന്റെ അടുത്തിരുന്ന് കരയുന്നു. എന്തു പറ്റി? അവനെ ടിൻഡു പറഞ്ഞു പറ്റിച്ചെന്ന് പറഞ്ഞാ കരയുന്നേ. ടിൻഡു കച്ചവടത്തിൽ ഭയങ്കര സത്യസന്ധനാണെന്ന് പറഞ്ഞിട്ട്? ടിൻഡു ആരെയും ഒരിക്കലും പറ്റിക്കില്ല. പുത്തൻ സൈക്കിളാണ്, ആരും അധികം ഓടിക്കാത്ത സൈക്കിളാണ് എന്നെല്ലാം പറഞ്ഞ ആ പാവം പയ്യനെ പറ്റിച്ചേ. അവൻ എന്തോ കേട്ടത് തെറ്റിയതാവും. ടിൻഡു വല്ലേ മോൻ. എടാ ടിൻഡു, എന്നോട് ഇച്ചത് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തു പറ്റി? കുറച്ചു ദൂരം ഓടിയപ്പോഴേക്കും ആ സൈക്കിള് ചീത്തയായി. നീ പറഞ്ഞിട്ടല്ലേ ഞാനത് മേടിച്ചത്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അധികം ഓടാത്ത സൈക്കിളാണെന്ന്.